വളരെയധികം വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഞാൻ ഇന്ന് ഒരു പ്രോഗ്രാമിന് പോയിരുന്നു അത്താണിയിൽ. അപ്പോൾ കഴിഞ്ഞൊരു പ്രോഗ്രാമിന് ശേഷം കുറേ വീഡിയോസ്, വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിന് പോയപ്പോൾ എല്ലാ മീഡിയാസിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മീഡിയ ആണ്. ഞാൻ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു പങ്ക് വഹിച്ച ആൾക്കാരെന്ന് പറയുന്ന മീഡിയ ആണ്. അതുകൊണ്ട് എനിക്ക് അവരോട് ഭയങ്കരമായ ബഹുമാനവും കടപ്പാടും എല്ലാം ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൻ്റെ കുറേ വീഡിയോസ് ഞാൻ പോലും അറിയാതെ എന്നെ വേറൊരു കാറ്റഗറിയിലോട്ട് ആക്കുന്ന പോലെയുള്ള വീഡിയോസ് ആയിരുന്നു പുറത്തു വന്നത്. അത് എന്താ പറയുക, ഞാൻ അങ്ങനെ ഒരാളെ അല്ല, അങ്ങനെ എന്നെ ആക്കാൻ ശ്രമിക്കല്ലേ എന്ന് ഞാൻ എല്ലാ വീഡിയോസിനോടും പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നാം, അതായത് ഞാൻ അങ്ങനെയുള്ള ഡ്രസ്സ് ധരിച്ചിട്ടല്ലേന്ന്. അങ്ങനെയുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞ് മനഃപൂർവ്വമായിട്ട് ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. അതായത് ഞാൻ കഴിഞ്ഞ ഒരു ഇതേപോലൊരു മീഡിയാസ് നടത്തിയ ഒരു ടോക്കിൽ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് അവർ ചോദിച്ചു ഡ്രസ്സ് കൊളാബാണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഡ്രസ്സോ ഇല്ലെങ്കിൽ എൻ്റെ സപ്ലിമെന്റ്സോ ഒന്നും തന്നെ കൊളാബോ ഇല്ലെങ്കിൽ സ്പോൺസർഷിപ്പോ ഒന്നുമല്ല. എൻ്റെ ചിലവുകളെല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത്. ആദ്യ സമയങ്ങളിൽ എനിക്ക് ഡ്രസ്സ് പലരും ചെയ്തു തന്നിട്ടുണ്ട്, പക്ഷെ പിന്നീട് ഞാൻ സ്വന്തമായിട്ടാണ് വാങ്ങുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇത് കണ്ടതിന് ശേഷം പിന്നീടുള്ള പ്രോഗ്രാമിന് എനിക്ക് വെസ്റ്റേൺ ലേഡി ഡ്രസ്സുകൾ തന്നു. അതിന്റെ ആ ഒരു ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇപ്പൊ ഈ കഴിഞ്ഞ പ്രോഗ്രാമോടെ കൂട്ടിയിട്ട് ഒരു 4 ഡ്രസ്സ് ഞാൻ അവരുടെയാണ് യൂസ് ചെയ്തിരുന്നത്. ആ ഡ്രസ്സിൽ തന്നെ ഒരു വളരെ ഭയങ്കരമായ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് ഞാൻ നോർമലി യൂസ് ചെയ്തിരുന്ന ഡ്രസ്സിനേക്കാളും കുറച്ചുകൂടെ ഒക്കെ ഒരു എന്താ പറയാ, ഒരു ക്ലാസിക് ലുക്കോ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ ഒരു പടി മുന്നോട്ട് നിൽക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണമാണ് എന്നെനിക്ക് പലയിടത്തുനിന്നും അഭിപ്രായം വരികയുണ്ടായി. അപ്പോൾ ഞാൻ തന്നെ എനിക്കതൊരു വലിയ ഭാഗ്യമായിട്ടാണ് കരുതിയിരുന്നത്. കാര്യം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഡ്രസ്സ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ടെൻഷൻ അടിച്ചിരുന്ന ഒരു സാധനം ഒരു ഡ്രസ്സ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരു കളക്ഷൻ ഓഫ് ഡ്രസ്സ് നമ്മുടെ മുന്നിൽ ഉണ്ടാവും. അതിൽ നമുക്ക് പാകമായിട്ടുള്ള ഒരു ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വളരെ ചുരുക്കം ഡ്രസ്സ്, നമുക്ക് ഇഷ്ടപ്പെട്ടത്, നമുക്ക് പാകമാകുന്നത് എന്നുള്ള രീതിയിൽ വളരെ ചുരുക്കം 1-2 ഡ്രസ്സ് മാത്രമേ കാണുള്ളൂ. അപ്പൊ അതിൽ പോലും നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ബാക്കി എല്ലാം ഇഷ്ടപ്പെടും. ചിലപ്പോൾ അതിന്റെ ഡിസൈൻ ഇഷ്ടപ്പെടും, കളർ ഇഷ്ടപ്പെടും, നമുക്ക് നന്നായിട്ട് ഇണങ്ങും. പക്ഷെ ഒന്നിൽ ചെറിയ ഒരു സൈസ് വ്യത്യാസം കാണും. അപ്പോൾ ശരിക്കും നമ്മുടെ അതേ ബോഡി അനുസരിച്ച് ഫിറ്റ് ആയിട്ടിരിക്കേണ്ടതാവില്ല. ചിലപ്പോൾ വളരെ ഡീപ്പ് നെക്ക് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഒരാളുടെ മെഷർമെന്റ് അനുസരിച്ചിട്ടുള്ള സ്റ്റിച്ചിങ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ബാക്കിയെല്ലാം ഓക്കെയാണ്, ഈ ഒരു ചെറിയ ഡിഫറൻസോ ഇല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം എന്ന് കരുതിയിട്ടാകും ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് എപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതായത് നമുക്ക് ഒരേ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സ്ലിറ്റ് ഉണ്ടെങ്കിൽ സ്ലിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നത് നോക്കണം. അല്ലെങ്കിൽ ഡീപ്പ് നെക്ക് ആണെന്നുണ്ടെങ്കിൽ നെക്ക് നമ്മളൊന്ന് കുനിയോ തിരിയോ ചെയ്ത് കഴിഞ്ഞാൽ അതെവിടേക്ക് പോകണമെന്ന് ചിന്തിക്കണം. ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി പോകുന്ന ചില സമയങ്ങളുണ്ട്. എപ്പോഴും നമുക്ക് ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റാത്ത നേരങ്ങൾ. അപ്പം ഞാൻ ലാസ്റ്റ് ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ടിരുന്നതിൽ ഞാൻ എന്തോ അതായത് പോസിങ് കഴിഞ്ഞിട്ട് തിരികെ വന്ന് ചെരുപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെരുപ്പിടുന്നതിൽ ഫോക്കസ് ചെയ്തേക്കുവാണ്. എന്റെ സ്ലിറ്റ് ആ ടൈമിൽ കറക്റ്റായിട്ട് പിടിച്ചു വെക്കുന്നതിൽ ഞാൻ ഫോക്കസ് ചെയ്യണം. ആ സമയത്ത് ഞാൻ എന്റെ നെക്ക് അല്ലെങ്കിൽ അത് കുറച്ച് ഡീപ്പ് നെക്ക് ആയിരുന്നു, അതിനെപ്പറ്റി ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ചെരുപ്പിട്ടുകൊണ്ടിരുന്ന അത്രയും സമയം ഇത് ഫുൾ ഫോക്കസില് ക്ലോസപ്പില് എത്രത്തോളം കവർ ചെയ്യാമോ അത്രത്തോളം കവർ ചെയ്ത് പല മീഡിയാസും അതെടുത്ത് ഇടുകയുണ്ടായി. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഞാനിത് ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്ത് നോക്കാറില്ല. പക്ഷെ ഇത് കാണുന്ന പലരും എനിക്ക് എടുത്ത് അയച്ചു തരികയാണ്, ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടാവുന്നത്. അപ്പം ഇതിപ്പം ഞാൻ മാത്രമല്ല, ഇപ്പൊ എന്റെ അമ്മ കാണുന്നുണ്ട്, എന്റെ കുടുംബക്കാർ കാണുന്നുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഇത് കാണുന്നുണ്ട്. അപ്പം
എന്റെ അമ്മ മേ ബി ഇത് തീർച്ചയായും കണ്ടിട്ടുണ്ടാവും. അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് വളരെ വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അമ്മയ്ക്കറിയാം ഒരിക്കലും ഞാൻ അങ്ങനെ ഒരാളെ അല്ല എന്നുള്ളത് എന്റെ അമ്മയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഉറപ്പായും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതാണെന്നും അമ്മയ്ക്ക് മനസ്സിലാവും. കാരണം പലപ്പോഴും അമ്മയും കൂടെ ഉണ്ടായിരുന്ന പല പ്രോഗ്രാംസിലും ഇതേ അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ലാസ്റ്റ് മൊമെന്റിലായിരിക്കും നമുക്ക് ഇത് ഇത്രയും മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡ്രസ്സാണ് എന്ന് മനസ്സിലാവുകയും ആ ടൈമിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് ടേപ്പ് ഒട്ടിച്ചു വെക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ആ ടേപ്പ് നമ്മൾ വേർക്കുന്ന സമയത്ത് അത് ഇളകി വീണ്ടും പോകുന്നു. വീണ്ടും ഞാൻ വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് പല വീഡിയോസും പിടിച്ച് ഇങ്ങനെ വെക്കുന്ന ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ എന്റെ അമ്മയ്ക്ക് മിക്കവാറും ഇങ്ങനെ ഒരു അവസ്ഥ മനസ്സിലാവും. പക്ഷെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുണ്ട്. അതായത് നമ്മൾ എപ്പോഴാണ് ഒന്ന് താഴേക്ക് വീഴുക അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയാൻ ഒരു അവസരം നോക്കി നടക്കുന്ന പല ആൾക്കാർക്കും ഇതൊരു ആഘോഷമായിരിക്കും. തീർച്ചയായിട്ടും അത് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇപ്പം നേരിൽ അങ്ങനെയുള്ള ആൾക്കാരൊന്നും കാണുന്നില്ല. ഞാൻ എന്റേതായ ഒരു ലോകത്ത് വളരെ സമാധാനമായിട്ട് തനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്റെ അമ്മയെ സംബന്ധിച്ചോളം ഒരു കുടുംബത്തിനുള്ളിൽ ജീവിക്കുന്ന ഒരാളാണ്. ഇങ്ങനെയുള്ള മറ്റാൾക്കാരുമായിട്ട് സഹകരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ സംബന്ധിച്ച് അവർക്കൊക്കെ ഇത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോ ഈ കാര്യം ഞാൻ ഇന്നൊരു പ്രോഗ്രാമിന് പോയി വന്നപ്പോൾ എല്ലാ മീഡിയസിനോട് ഞാൻ പറഞ്ഞു, ദയവ് ഇത് എന്നെ അങ്ങനെ ഒരു കാറ്റഗറിയിലോട്ട് പെടുത്തല്ല, ഞാൻ അങ്ങനെ ഒരാളല്ല, എനിക്ക് ഇങ്ങനെ കാണിച്ചിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമേ ഇല്ലാത്ത ഒരാളാണ്. അപ്പോ ഞാൻ എന്റെ ബോഡി കാണിക്കുക, അല്ലെ ബോഡി ഷോ കാണിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു ആർട്ട് ഫോം ആണ്. അത് എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഞാൻ ഒരിക്കലും ഒരു സെക്ഷലൈസ് ചെയ്യാത്ത അല്ലെങ്കിൽ എന്നെ ഒബ്ജക്ടിഫൈ ചെയ്യാത്ത, പക്ഷെ അതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് ഈ പ്രോഗ്രാമിന് പോവുക എന്നൊക്കെ ഉള്ളത് സത്യം പറഞ്ഞാൽ ഒന്ന് സെറ്റിലായി സമാധാനമായിട്ട് ജീവിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണിത്. കാര്യം ഈ വല്ലപ്പോഴും ഉള്ള ഒരു അണിഞ്ഞൊഴുങ്ങി പോക്കാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദം തരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ അതിൽ കൂടുതൽ ഇങ്ങനെയൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ ഞാനിത് പറഞ്ഞ് ഇറങ്ങിയിട്ടില്ല. ഈ പ്രോഗ്രാമിന്റെ കുറെ വീഡിയോസ് പുറത്തു വന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രോഗ്രാമിൽ എത്രത്തോളമാണോ മോശമായത് അതിന്റെ ഒരു 100 ഇരട്ടി മോശമായിട്ടുള്ള വീഡിയോസ് ആണിത്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്കറിയില്ല ഞാനിനിയിപ്പോ ഇത് എങ്ങനെ എന്താ പറയുക, ഇത് എത്ര പേരുടെ കയ്യിൽ ഇതുപോലുള്ള വീഡിയോസ് ഉണ്ട്, ഇവരിതുകൊണ്ടൊക്കെ എന്താണ് ചെയ്യാൻ പോകുന്നത്, എത്ര ഇടങ്ങളിൽ ഇവരിതെല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതൊന്നും എനിക്ക് അറിയില്ല. ഞാനിനി അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയില്ല, ഇത് എങ്ങനെ ബ്ലോക്ക് ചെയ്യണം എന്നറിയില്ല, ഇതൊക്കെ എങ്ങനെ എന്താ പറയാ ഐ ഡോണ്ട് നോ. ഇത്രയുമൊക്കെ ഒരു മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഈ സമൂഹത്തിലോട്ട് ഇറങ്ങി ജീവിക്കാൻ പേടിയാവുകയാണ്. എനിക്ക് ഇതൊക്കെ വേണ്ടാന്ന് വെച്ചാലോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോവുകയാണ്. പക്ഷെ നമ്മള് ജീവിക്കണം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്, അതായത് ഞാൻ എവിടുന്നാണോ വന്നേ അവിടേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ എങ്ങനെയും കടിച്ചു നോക്കി നിൽക്കാൻ നോക്കുന്നത്. ദയവ് ഇത് എന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കല്ലേ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക, അത് കട്ട് ചെയ്ത് പകുതിയാക്കി വേറെന്തോ ആക്കി, അതായത് ഈവൻ സെക്ഷലി ഒരു ലൈംഗിക ചുവയുള്ള പല ഡയലോഗുകളും ആക്കി തീർക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞൊരു പ്രോഗ്രാമിന് പോയിട്ട് അവര് എന്റെ അടുത്ത് പറഞ്ഞു, ഈ ഞാൻ പറഞ്ഞു എനിക്ക് ജിമ്മ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വണ്ടി അയക്കാം, ഇടയ്ക്ക് ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമേ ഉള്ളൂ, എനിക്ക് ഇങ്ങനെ മാറി പല ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇത് എനിക്ക് മാറി ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളത് കട്ട് ചെയ്ത് അത് മാത്രമായിട്ട് ഇട്ടിട്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ പറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ ഇത്രയും വർഷമായിട്ട് പരിചയമുള്ള ഒരൊറ്റ മനുഷ്യന് പോലും എന്റെ വായിൽ നിന്നോ എന്റെ പ്രവൃത്തിയിൽ നിന്നോ ഇങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള സംഭാഷണമോ പ്രവൃത്തിയോ വന്നിട്ടുണ്ടാവുമെന്ന് പറയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫീൽഡ് തന്നെ വിട്ടുപോകാൻ റെഡിയാണ്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു മാനത്തിന് അത്രയും വില കൽപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനിടയിൽ ഈ പറഞ്ഞ പോലുള്ള ഡയലോഗുകൾ പറയാനോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിരുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയുള്ള എല്ലാ സൗഭാഗ്യങ്ങളും തട്ടി തെറിപ്പിച്ചിട്ട് ഈ ഒരു എന്താ പറയാ ഒരു വട്ടത്തിനുള്ളിൽ മാത്രം ഇങ്ങനെ കിടന്ന് കറങ്ങി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ.
അപ്പോൾ എൻ്റെ ഒരു ലോകം ഞാൻ ബ്രോഡാക്കാൻ പോലും ഞാൻ ഈ ഒരു എന്താ പറയാ വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവാതെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ.